ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ആൽഡപ്പ്. എന്താ ആൽഡപ്പിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? What is ആൽഡപ്പ്? ആൽഡപ്പിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? നമ്മൾ രണ്ട് സോഫ്റ്റ്വെയറാണ് പഠിച്ചത്, ക്രാഫ്റ്റ് അതേപോലെ ക്രാഫ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആൽഡപ്പ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ആൽഡപ്പിന്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം എന്തായിരുന്നു? ഓട്ടോമേറ്റഡ് ലേഔട്ട്. കഴിഞ്ഞോ? യൂണിവേഴ്സിറ്റി എക്സാമിന് ആൽഡപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുവരെയും ആൽഡപ്പ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ചോദ്യം ഉണ്ടായിട്ടില്ല. ആൽഡപ്പിന്റെ ഫുൾ നെയിം വെച്ചിട്ടേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഫുൾ നെയിം വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ആൽഡപ്പ് എന്നുള്ളതിനെ പറ്റി, ആൽഡപ്പിന്റെ മാത്രമല്ല ക്രാഫ്റ്റിന്റെയും കോറലാപ്പിന്റെയും എല്ലാത്തിന്റെയും ഫുൾ നെയിം അറിഞ്ഞിരിക്കണം. ഓട്ടോമേറ്റഡ് ലേഔട്ട് ഡിസൈനിങ് പ്രോഗ്രാം, ഓട്ടോമേറ്റഡ് ലേഔട്ട് ഡിസൈൻ പ്രോഗ്രാം ആണ് ആൽഡപ്പ്. ഓക്കെ, നമ്മൾ ഇതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ട് റിക്വയർമെന്റ്സും അതുപോലെ തന്നെ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാ വർക്ക് ചെയ്തതിലൊക്കെ. ആൽഡപ്പ് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ വർക്ക് ചെയ്യുന്നത്? ആൽഡപ്പ് ഒറ്റ ഒരാളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൽഡപ്പ് കംപ്ലീറ്റ് മുമ്പോട്ട് പോകുന്നത്. ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? റിലേഷൻഷിപ്പ് ചാർട്ട്, ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൽഡപ്പ് മുമ്പോട്ട് പോകുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൽഡപ്പിന്റെ സ്കോറിംഗ് പാറ്റേണിലുള്ള സ്കോർ, ഓരോ റിലേഷനുള്ള സ്കോറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. AEIOUX ഇതാണ് റിലേഷൻസ്. ഓരോ റിലേഷനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്കോറൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ ബേസിക് ഇൻപുട്സ്, ഇൻപുട്ട് റിക്വയർമെന്റ്സ് ആണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞത്. ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫെസിലിറ്റി, ഏരിയ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ദെൻ മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ്, MCP വാല്യൂ. അപ്പൊ നമ്മൾ ഐദർ A or E ഒക്കെയാണ് പൊതുവെ എടുക്കുക. അപ്പം ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാന്ന് തോന്നുന്നു എനിക്ക് ഇന്നലെ പറഞ്ഞത്. സ്കോർ എങ്ങനെയാ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊസീജിയർ. അപ്പൊ നമുക്ക് പ്രൊസീജിയറിലേക്ക് പോവാം. ആൽഡപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ കമ്പ്യൂട്ടർ അൽഗോരിതം, ആൽഡപ്പിന്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് ദ ഫോളോയിങ്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുക എന്നുള്ള. എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത് നോട്ട് ചെയ്യണേ. പ്രൊസീജിയർ ഫോർ ആൽഡപ്പ്. സ്റ്റെപ്പ് 1, ഇൻപുട്ട് ദ ഫോളോയിങ്. കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ആയിട്ട് സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ ഇൻപുട്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫെസിലിറ്റി. മൊത്തം നമ്മുടെ ഫെസിലിറ്റിയുടെ, അതായത് നമ്മുടെ കയ്യിലുള്ള ഏരിയ അല്ലെ നമ്മുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ലെങ്ത് വിഡ്ത്ത് ഡീറ്റെയിൽസ്, ഡാറ്റാസ് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ദെൻ ഏരിയ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. എന്റെ കമ്പനിയിൽ 10 ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്ക് ലേ ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ 10 ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻഡിവിജ്വൽ ഏരിയ, ഡിപ്പാർട്ട്മെന്റ് 1 എത്രയാണ്, ഡിപ്പാർട്ട്മെന്റ് 2 എത്രയാണ് തുടങ്ങിയ ഈച്ച് ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ദെൻ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ലേഔട്ട്. എത്ര ഡിപ്പാർട്ട്മെന്റുകൾ വേണം, ലേഔട്ടിനകത്ത് എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഇപ്പോൾ 10 ആണെങ്കിൽ ആ 10 എന്നുള്ളത് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കണം, നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ് വാല്യൂ, MCP. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. MCP വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലോക്കേഷനകത്ത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ റാൻഡം ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ എടുക്കണമല്ലോ. സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്നത് ഈ MCP വാല്യൂ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ MCP വാല്യൂ AEIOUX ഇതിനകത്തുനിന്ന് ഏതെങ്കിലും 1, 2, 3 ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ MCP വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ സെറ്റ് ചെയ്യുന്നത് A or I അല്ലെ A or E അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റാൻഡം ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്ലേസ്മെന്റ് നടത്തിയാൽ ഇനി രണ്ടാമതായിട്ട് ആരെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഫസ്റ്റിൽ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ആളുമായിട്ട് ഐദർ എ ഓർ ഈ റിലേഷനിലുള്ള ഡിപ്പാർട്ട്മെന്റിനായിരിക്കും രണ്ടാമതായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പൊ ആ ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ MCP വാല്യൂ ആണ്, മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ് വാല്യൂ എന്ന് പറയും MCP. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമം അലൗവബിൾ സ്കോർ ഫോർ ആൻ അക്സെപ്റ്റബിൾ ലേ ഔട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഡപ്പിനകത്ത് നമുക്ക് ഒറ്റ ഒരു ഔട്ട്പുട്ട് മാത്രമൊന്നും അല്ല കിട്ടുക. നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് 10 റാൻഡം സെലക്ഷൻ നടത്താം. അപ്പോൾ ഞാൻ ആദ്യത്തെ കണ്ടീഷനിൽ ഡിപ്പാർട്ട്മെന്റ് 1നെ ഞാൻ ആദ്യം തന്നെ പ്ലേസ് ചെയ്യുന്നു. റാൻഡം ആയിട്ട് എടുത്തത് 1 ആണ്. അപ്പൊ എനിക്ക് അതിന്റെ ഫോളോ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി അടുത്ത റണ്ണിങ്ങിൽ സോഫ്റ്റ്വെയർ വീണ്ടും ഞാൻ റൺ ചെയ്തപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്തത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് 2നെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് കേസിൽ മേ ബി ഡിപ്പാർട്ട്മെന്റ് 3 ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഡിഫറെന്റ് ഔട്ട്പുട്ട് ആൽഡപ്പ് നമുക്ക് തരും. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് എത്ര ഔട്ട്പുട്ട് കിട്ടിയാലും അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ആയിട്ട് ഡ്രോ ചെയ്യുക അല്ലെ. അപ്പോൾ നമ്മൾ ഒരു സെറ്റിംഗ് കൊടുക്കുകയാണ്, ഒരു 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 എന്താ പറയുക ലിമിറ്റ് കൊടുക്കുകയാണ്. മിനിമം ഇത്ര സ്കോർ ഉള്ള ലേഔട്ട് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ മിനിമം ഞാൻ പറയുന്നു ഒരു മിനിമം 250 സ്കോർ, മിനിമം അലോവബിൾ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ 250 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ലേഔട്ട് ഉണ്ടാക്കിയാലും 250 മുകളിൽ സ്കോർ കിട്ടുന്ന ലേഔട്ടുകൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുള്ളൂ. അതിൽ താഴെ വരുന്ന ലേഔട്ടുകളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കില്ല. അപ്പൊ നമ്മളൊരു സ്കോർ സെറ്റ് ചെയ്യുന്നതാണ്, അത് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ ആറാമത്തെ ഇൻപുട്ട് റിലേഷൻഷിപ്പ് ചാർട്ട് ഷോയിങ് ദി ക്ലോസ്നെസ് റേറ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഡപ്പ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. അപ്പൊ അതില്ലാതെ ആൽഡപ്പ് മുമ്പോട്ട് പോവില്ല. സോ ആറാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് റിലേഷൻഷിപ്പ് ചാർട്ട്. ദെൻ ഏഴാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് എനി റെസ്ട്രിക്റ്റഡ് ഏരിയ. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലേഔട്ടിനകത്ത് ചില ഡിപ്പാർട്ട്മെന്റ് ഇനി എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടത്തിയാലും ഈ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ലൊക്കേഷനിൽ ഇന്ന സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നതിനാണ് റെസ്ട്രിക്റ്റഡ് ഏരിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്നേരം പറഞ്ഞിട്ട് സ്റ്റോർ റൂമിന്റെ കേസൊക്കെ പൊതുവെ നമ്മൾ എൻട്രൻസ് ഏരിയയിലാണ് വെക്കുക. അപ്പൊ കമ്പ്യൂട്ടറിനോട് നമ്മൾ ആദ്യമേ പറയുന്നു സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഈ എൻട്രൻസ് ഏരിയയിൽ തന്നെ വേണം, അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. ആ രീതിയിലുള്ള ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് എനി റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അത്രയും ഇൻപുട്ട് കൊടുത്തതിന് ശേഷം സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇപ്പൊ 10 ഡിപ്പാർട്ട്മെന്റും 10 ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ ഡീറ്റെയിൽസും മൊത്തം ഫെസിലിറ്റിയുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ കമ്പ്യൂട്ടർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള 10 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒന്നിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയും അയാളെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. 1 ഡിപ്പാർട്ട്മെന്റ് ഈസ് സെലക്ടഡ് റാൻഡംലി ആൻഡ് പ്ലേസ്ഡ് ഇൻ ദി ലേഔട്ട്. അപ്പോൾ 10 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതിൽ നിന്ന് ഏതോ ഒന്നിനെ റാൻഡം ആയിട്ട് എടുക്കുന്നു, അയാളെ ഫസ്റ്റ് തന്നെ അങ്ങ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 2. ദെൻ സ്റ്റെപ്പ് 3. In this step, the algorithm uses minimum closeness required between departments for the selection of department to be placed within an earlier placed department. അതായത് ഞാനിപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. 10 ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഞാൻ ഇൻപുട്ട് കൊടുത്തത്, അതിൻ്റെ അകത്ത് ഡിപ്പാർട്ട്മെന്റ് 1നെയാണ് റാൻഡം ആയിട്ട് എടുത്തത്, അയാൾ പ്ലേസ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 3യിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1ആയിട്ട് മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ് വാല്യൂ, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത MCP വാല്യൂ ഐദർ എ ഓർ ഇ ആണ്. അപ്പോൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് എന്ത് നോക്കും, നമ്മളിപ്പോൾ പ്ലേസ്മെന്റ് നടത്തിയ ഡിപ്പാർട്ട്മെന്റ് 1ആയിട്ട് എ അല്ലെങ്കിൽ ഈ റിലേഷൻ ഉള്ള ആരാ ഉള്ളത് നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 1ആയിട്ട് എ റിലേഷൻ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് 5ന്. അങ്ങനെയാണെങ്കിൽ തൊട്ട് അടുത്ത് 1ന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5നെ പ്ലേസ് ചെയ്യും. അതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ ഈ അൽഗോരിതം പ്രകാരം എന്താ സംഭവിക്കുക വെച്ചാൽ സ്റ്റെപ്പ് 3യിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് 2ൽ പ്ലേസ് ചെയ്ത റാൻഡം ആയിട്ട് പ്ലേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റുമായിട്ട് MCP വാല്യൂ മീറ്റ് ചെയ്യുന്നത് ആരാണോ അയാളെ സെലക്ട് അയാളെ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തായിട്ട് ഫസ്റ്റ് പ്ലേസ്മെന്റ് നടത്തിയ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തായിട്ട് സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് 3. അപ്പൊ ചിലപ്പോ ഡിപ്പാർട്ട്മെന്റ് 1ആയിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എ റിലേഷനിലുള്ള ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ ചിലപ്പം ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യും, അതിൻ്റെ അകത്തുനിന്ന് റാൻഡം ആയിട്ട് ഒന്നിനെ എടുക്കും.
എന്നിട്ട് പ്ലേസ്മെന്റ് നടത്തും. ഓക്കെ, ഇനി ഈ പ്ലേസ്മെന്റിന്റെ പാറ്റേൺ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും, എന്നിട്ട് അയാൾ പ്ലേസ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മൊത്തം ഒരു ലേ ഔട്ടിന്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇൻപുട്ടിൽ അല്ലെ. ഇൻപുട്ട് റിക്വയർമെന്റിനകത്ത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫെസിലിറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട്. അതായത് എന്റെ കയ്യിലുള്ള സ്ഥലത്തിന്റെ, എനിക്ക് ഒരു കമ്പനി തുടങ്ങാൻ അല്ലെങ്കിൽ കമ്പനി ബിൽഡ് ചെയ്യാൻ ആവശ്യമായ എന്റെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ലെങ്ത് വിഡ്ത്ത് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോ എങ്ങനെയാണ് പ്ലേസ്മെന്റ് റാൻഡം ആയിട്ട് ഫസ്റ്റ് യൂണിറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുള്ളതാണ് സ്റ്റെപ്പ് 2 അല്ലെ. സ്റ്റെപ്പ് 2 പറയുന്നത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയും അയാളെ നമ്മുടെ ലേ ഔട്ടിനകത്തേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇതാണ് എന്റെ കയ്യിൽ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്, ഈ വലിയ റെക്ടാങ്കിൾ. അപ്പോ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്താൽ ഇതിൽ എവിടെയാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഇട്ട് കൊടുക്കുക? നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെയൊക്കെ പല പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഈ ആൽഡപ്പ് ഒരു കൃത്യമായ പാഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ സ്കാനിങ് പാറ്റേൺ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്? വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ എന്നാ പറയാ. ആൽഡപ്പ് ഡിപ്പാർട്ട്മെന്റുകളെ പ്ലേസ് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേണിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ റെക്ടാങ്കിൾ ഇല്ലേ, ഇതാണ് എന്റെ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്. ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് എന്റെ മൊത്തം സ്പേസിന്റെ ലെങ്ത് വിഡ്ത്ത് ഇൻഫർമേഷൻ ആണെങ്കിൽ, ഇതിനകത്ത് സ്റ്റെപ്പ് 2 റാൻഡം ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാ പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിലാണ് പ്ലേസ് ചെയ്യുക. ഒരു സൈഡിൽ നിന്നും വെർട്ടിക്കലി ഡൗൺവേർഡ് പോവും, എന്നിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇതാ ഇങ്ങനെ വരും. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഇതിനോട് ചേർന്ന് ഇങ്ങനെ വീണ്ടും വെർട്ടിക്കൽ സ്കാനിങ്. ഈ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റുകളെ പ്ലേസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ആൽഡപ്പിന്റെ അലോക്കേഷൻ പാറ്റേൺ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ. മൊത്തം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ഡിപ്പാർട്ട്മെന്റുകളെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റുകളെ ഒരു വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേണിലാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു കോർണറിൽ നിന്നും തുടങ്ങി വെർട്ടിക്കലി താഴോട്ടേക്ക് വന്ന് അതിനെ കംപ്ലീറ്റ്, ഈ ഏരിയ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ദെൻ അടുത്തത് തൊട്ടടുത്ത ഭാഗത്ത് ഇവിടെയും ഒരു വെർട്ടിക്കൽ സ്കാനിങ്, ദെൻ വെർട്ടിക്കൽ അലോക്കേഷൻ. ഈ രീതിയിൽ ആണ് നമ്മുടെ മൊത്തം അവൈലബിൾ സ്പേസിനകത്ത് ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഫിഗറിനകത്ത് ഈ മൊത്തം റെക്ടാങ്കിളിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണാം അല്ലെ. ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ കയ്യിൽ 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 1 2 3 4 അങ്ങനെ 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നോക്കിയോ. ഞാൻ ഇതിൽ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തത്. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു, അയാൾ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പൊ ഇയാളുടെ ഏരിയ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇയാൾക്കൊരു 10 സ്ക്വയർ മീറ്റർ ആണ് ഇയാളുടെ ഏരിയ എന്ന് വെച്ചോ. അപ്പോ എനിക്കിപ്പം ഈ കോർണറിൽ നിന്ന് വേണമെങ്കിൽ 10 സ്ക്വയർ മീറ്റർ ഇങ്ങനെ ഇവിടെ പ്ലേസ്മെന്റ് നടത്താം. ഇത് 10 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഇങ്ങനെ. ഇനി രണ്ടാമത്തെ ആരെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നോക്കിയപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പ് ചാർട്ട് ഒന്ന് മനസ്സിലായി. രണ്ടാമതായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് നമ്പർ 3 ആണ്. അയാൾക്ക് ഉള്ളത് ഒരു 20 സ്ക്വയർ മീറ്റർ ആണെന്ന് നോക്കിയോ. അപ്പോൾ അയാളെ നമ്മൾ വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം താഴേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 20 സ്ക്വയർ മീറ്റർ ഇങ്ങനെ. അപ്പം ആ ഒരു പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റുകളെ പ്ലേസ്മെന്റ് നടത്തുമ്പോൾ ഏരിയയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈക്വൽ വിഡ്ത്തിലായിരിക്കണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ മൊത്തം ഡിപ്പാർട്ട്മെന്റ് അല്ലെ മൊത്തം ഏരിയനെ ചെറിയ ചെറിയ സ്ട്രിപ്പാക്കി മാറ്റിയിട്ട് കാണാം അല്ലെ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഈക്വൽ വിഡ്ത്ത് ഉള്ള ചെറിയ സ്ട്രിപ്പുകളാക്കി മാറ്റിയിട്ട് കാണാം. ഇതിനെയാണ് സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് റിക്വയർമെന്റിനകത്ത് ബേസിക് ഇൻപുട്ട് ആൽഡപ്പിൽ 4ാമത് ഒരു സ്വീപ്പ് വിഡ്ത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സ്വീപ്പ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഡപ്പിനകത്ത് നമ്മളൊരു അലോക്കേഷൻ നടത്തുമ്പോൾ അലോക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം. അതായത് വിഡ്ത്ത് ഇൻഫർമേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സെയിം ആയിരിക്കണം. അപ്പൊ ആ ഒരു വിഡ്ത്ത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇത്ര മീറ്റർ വിഡ്ത്ത് വേണമെന്ന്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു 2 മീറ്റർ വിഡ്ത്ത് എന്നുള്ളത് ഞാൻ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ഈ ആൽഡപ്പ് പ്രകാരം എത്ര ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെന്റുകളുടെ വിഡ്ത്തിനെയാണ് സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആൽഡപ്പിനകത്ത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സ്വീപ്പ് വിഡ്ത്ത് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഡ്ത്തിനനുസരിച്ചായിരിക്കും മൊത്തം ഏരിയയിൽ ഡിപ്പാർട്ട്മെന്റ് അലോക്കേഷൻ നടക്കുക. ഇനി നമ്മളിപ്പോ റാൻഡം ആയിട്ട് 1 to 10 ഡിപ്പാർട്ട്മെന്റ് ഉള്ള എന്റെ ഇൻപുട്ടിൽ ഞാൻ റാൻഡം ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് 1നെ സെലക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് 1നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ 10 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഇതിപ്പോ 2 മീറ്റർ ആണ് സ്വീപ്പ് വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടുന്ന് പിന്നെ താഴോട്ടേക്ക് ഒരു 5 മീറ്ററും കൂടി വന്ന് അപ്പൊ എന്തായി 5 × 2 10 ആയി. ഇത് 2 മീറ്റർ ആണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിഡ്ത്ത്. അപ്പൊ നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ഡിപ്പാർട്ട്മെന്റ് 1 10 സ്ക്വയർ മീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ 2 മീറ്റർ ഈ വിഡ്ത്ത് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ 5 മീറ്റർ ലെങ്ത്തിൽ എന്ത് ചെയ്യും ഡിപ്പാർട്ട്മെന്റ് 1നെ പ്ലേസ് ചെയ്യും. സോ ഇതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് 1. ദെൻ ഞാൻ ഇനി ഡിപ്പാർട്ട്മെന്റ് 1ന്റെ റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് റിലേഷനിലുള്ളത് ഡിപ്പാർട്ട്മെന്റ് 3 ആണ്. അപ്പോൾ 3ക്കാണെങ്കിൽ എനിക്ക് വേണ്ടത് റിക്വയർമെന്റ് നോക്കിയപ്പോൾ 3ക്ക് വേണ്ടത് 4 മീറ്റർ സ്ക്വയർ ഏരിയ ആണ്. അങ്ങനെ ആകുമ്പോൾ 3ക്ക് ഇവിടെ ഇനി ഇത്ര സ്ഥലം ബാക്കിയുണ്ട്. ഇവിടം വരെ ഡിപ്പാർട്ട്മെന്റ് 1 ഉള്ളൂ. 4 മീറ്റർ സ്ക്വയർ വേണം. അതിൽ 2 മീറ്റർ ഇവിടെ വിഡ്ത്ത് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു 2 മീറ്റർ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് 3. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെന്റ് 3യുമായിട്ട് റിലേഷൻ ഉള്ള ആൾ ആരാണെന്ന് റിലേഷൻഷിപ്പ് ചാർട്ടിൽ നോക്കും. അപ്പൊ എനിക്ക് മനസ്സിലായത് ഡിപ്പാർട്ട്മെന്റ് 3യുമായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് 5 ആണ്. അപ്പൊ 5നെ നമ്മൾ ഇനി എവിടെ പ്ലേസ് ചെയ്യും? വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ ആയതുകൊണ്ട് 5നെ ഇവിടുന്ന് മേലോട്ടേക്ക് സോറി ഇവിടുന്ന് വളഞ്ഞു പോയതാണ്, മേലോട്ടേക്ക് ഇങ്ങനെ അതിന്റെ ഏരിയക്ക് അനുസരിച്ച് ഇവിടെ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത ആളെ ഇവിടം തൊട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ഈ രീതിയിൽ സ്കാനിങ് അതേപോലെ ഈ രീതിയിൽ അലോക്കേഷൻ നടത്തുന്നതിനാണ് ആൽഡപ്പിലെ വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കാനിങ് പാറ്റേണിന്റെ അകത്ത് സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൽഡപ്പ് പ്രകാരം ഉണ്ടാവുക. ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ പ്രൊസീജിയർ 2 നമ്മൾ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും, അയാളെ വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം പ്ലേസ്മെന്റ് നടത്തും. സ്റ്റെപ്പ് 3 നമ്മൾ പറഞ്ഞു, ആദ്യം റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ആളുമായിട്ട് മിനിമം ക്ലോസ്നെസ് പ്രിഫറൻസ് വാല്യൂ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആരാണോ അയാളെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കുന്നു? റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അയാളെ വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം അടുത്തതായിട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ സ്റ്റെപ്പ് 4 അങ്ങനെ ഓരോന്നും നോക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. ഇഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ലേഔട്ട്, ഗോ ടു സ്റ്റെപ്പ് 5 ഓർ എൽസ് ഗോ ടു സ്റ്റെപ്പ് 3. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് 1 by 1 ആയിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം ഈ ലേഔട്ടിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സ്റ്റെപ്പ് 5 ആണ്. കമ്പ്യൂട്ട് ദി ടോട്ടൽ സ്കോർ ഓഫ് ദി ലേഔട്ട്. ലേഔട്ടിന്റെ ഇപ്പം നമുക്ക് കിട്ടിയ ലേഔട്ടിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 260 ആണ്. ഞാൻ നേരത്തെ ഇൻപുട്ടിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിമം അലൗവബിൾ സ്കോർ എന്ന് പറയുന്നത് 250 ആണെന്ന് ഞാൻ ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നാമത്തെ ലേഔട്ടിൽ എനിക്ക് കിട്ടിയ സ്കോർ 260 ആണെങ്കിൽ if the total score required is acceptable, then go to step 7, else go to step 2. അപ്പോൾ നമുക്ക് 250 മേലിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയത് 260 ആണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് പ്രിന്റ് ദ കറന്റ് ലേഔട്ട് ആൻഡ് ദി കറസ്പോണ്ടിങ് സ്കോർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ലേഔട്ടിനെ പ്രിന്റ് ചെയ്യുകയും അതിന്റെ സ്കോറും പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ആൽഡപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഡപ്പിന്റെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ കുറെ ഇൻപുട്സ് കൊടുക്കുന്നു. എന്തൊക്കെയാ ഇൻപുട്ട് കൊടുക്കുക? എന്റെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ലെങ്ത് വിഡ്ത്ത് ഇൻഫർമേഷൻ, പിന്നെ എനിക്ക് വേണ്ടുന്ന കമ്പനിയുടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും ആ ഡിപ്പാർട്ട്മെന്റുകളുടെ മൊത്തം ഏരിയ ഡീറ്റെയിൽസും, ദെൻ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന MCP വാല്യൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കോർ, അതേപോലെ റിലേഷൻഷിപ്പ് ചാർട്ട്, ഇനി റെസ്ട്രിക്റ്റഡ് ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. ഇതിന്റെ കൂടെ ഒരു ഇൻപുട്ടും കൂടി വേണം, ദാറ്റ് ഈസ് സ്വീപ്പ് വിഡ്ത്ത്. സ്വീപ്പ് വിഡ്ത്ത് എന്താ നമ്മൾ പറഞ്ഞു? ഫൈനൽ ലേഔട്ടിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടാവുന്ന ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സെയിം ആയിരിക്കും.
ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ പ്രകാരം അയാളെ പ്ലേസ്മെന്റ് നടത്തും. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്ലേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഐദർ എ ഓർ ഇ അല്ലെങ്കിൽ MCP വാല്യൂ മീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ കണ്ടുപിടിക്കുന്നു, അയാളെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 5, കമ്പ്യൂട്ട് ദ ടോട്ടൽ സ്കോർ. ഇനി സ്കോർ നോക്കി, അപ്പൊ നമ്മൾ ഇൻപുട്ടിനകത്ത് സെറ്റ് ചെയ്ത അലോവബിൾ സ്കോറിന് അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ സ്കോറിനേക്കാളും മേലെയാണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിന്റ് ദി കറന്റ് ലേഔട്ട് ആൻഡ് ദി കറസ്പോണ്ടിങ് സ്കോർ. ഇവിടെ ഒരു പ്ലേസ്മെന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള മൊത്തം ഏരിയ അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ഒരു ലേഔട്ട് ആണിത്. ഇവിടെ ഒരു വലിയ റെക്ടാങ്കിൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് എന്റെ കയ്യിലുള്ള ലെങ്ത് വിഡ്ത്ത് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തപ്പോൾ ഉള്ള എന്റെ കയ്യിലുള്ള ഏരിയ. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ സ്ട്രിപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ട്രിപ്പ്. അപ്പൊ ഈ വിഡ്ത്തിനെയാണ് നമ്മൾ എന്ത് വിഡ്ത്ത് എന്ന് പറയാ, സ്വീപ്പ് വിഡ്ത്ത്. ഇത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിപ്പ് പോലെ ആയിട്ട് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പൊ സ്വീപ്പ് വിഡ്ത്ത് ഞാൻ സെറ്റ് ചെയ്തത് 2 മീറ്റർ ആണെങ്കിൽ 2, അപ്പൊ എല്ലാം 2 മീറ്ററിന്റെ ചെറിയ ചെറിയ സ്ട്രിപ്പ് ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു 4 ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ റാൻഡം ആയിട്ട് ഫസ്റ്റ് ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് എടുത്തു. ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് എടുത്തപ്പോൾ അയാളുടെ ഏരിയ എത്ര വേണം എന്നുള്ളതും എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് എനിക്ക് വേണ്ട ഏരിയ എന്ന് പറയുന്നത് 8 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ വിഡ്ത്ത് 2 ഫിക്സഡ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 മീറ്റർ ദൂരത്തിൽ എന്ത് ചെയ്യും, ഇവിടെ ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഏരിയ കറക്റ്റ് ആയി 2 × 4 8. ദെൻ അടുത്തതായിട്ട് ഈ ബിയുമായിട്ട് MCP വാല്യൂ ദാറ്റ് ഈസ് എ ഓർ ഇ റിലേഷൻ ഉള്ള ആൾ ആരാണെന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് ചാർട്ട് ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളുമായിട്ട് അടുത്ത റിലേഷൻ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഡി ആണ്. ബട്ട് ഡിപ്പാർട്ട്മെന്റ് ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 12 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോ ഇവിടുന്ന് ഇപ്പോ ഇത് 2 മീറ്റർ വിഡ്ത്ത്, ബിയുടെ നമ്മൾ പറഞ്ഞു 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ് ഇനി വേണ്ടത് 12. അപ്പൊ 2 മീറ്റർ വിഡ്ത്ത് ഫിക്സഡ് ആണ്. ഇനി മൊത്തം 6 മീറ്റർ ലെങ്ത് വേണം. ബട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് 4 മീറ്റർ തന്നെയേ ഉള്ളൂ എന്ന് കൂട്ടിക്കോ. അപ്പൊ 4 × 2 8 ആയിട്ടുള്ളൂ. ഇനിയൊരു 4 മീറ്റർ സ്ക്വയറിന്റെ കുറവുണ്ട്. ഇപ്പൊ വേർട്ടിക്കൽ സ്കാനിങ് പ്രകാരം ഈ ലൈന് കംപ്ലീറ്റ് ആയാൽ പിന്നെ ഇപ്പുറത്തെ ലൈന് അടിയിന്ന് മേലോട്ടേക്ക് ആവുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2 മീറ്ററിന്റെയും കൂടി ലെങ്ത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഡി വരും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഡി മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഡിയുമായിട്ട് MCP വാല്യൂ മീറ്റ് ചെയ്യുന്ന ആളാരാണ്, ഐദർ എ ഓർ ഇ റിലേഷൻ ആരാണെന്ന് റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഡിപ്പാർട്ട്മെന്റ് എ ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എയുടെ ഏരിയ ഇൻഫർമേഷൻ നോക്കിയപ്പോൾ അയാൾക്ക് വേണ്ടത് 8 മീറ്റർ സ്ക്വയർ തന്നെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 4 മീറ്റർ ലെങ്ത്തിൽ എ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ ഇതേപോലെ എയുടെ കഴിഞ്ഞാൽ എയുമായിട്ട് ഇ ഓർ എ റിലേഷൻ ഉള്ളത് ആരാ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദാറ്റ് ഈസ് സി ആണ്. പക്ഷെ സിക്ക് വലിയ ഏരിയ ഉണ്ട്, ഒരു 20 സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ട് നോക്കിക്കുക. അപ്പം സി ബാക്കിയുള്ള നേരത്തെ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു, അവിടെയും പ്ലേസ് ചെയ്യും. പിന്നെ വെർട്ടിക്കൽ സ്കാനിങ് പ്രകാരം ഈ ലൈനിൽ പ്ലേസ് ചെയ്യും. എന്നിട്ടും ഏരിയ മതിയായില്ലെങ്കിൽ അടുത്ത സ്ട്രിപ്പിലേക്ക് പോകും. അപ്പൊ ഈ രീതിയിൽ പ്ലേസ്മെന്റ് നടത്തും. ഇതാണ് ആൽഡപ്പിന്റെ പ്രൊസീജിയർ. അപ്പൊ ആൽഡപ്പിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ ഫൈനൽ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഒന്നും അല്ല, ഒരു സ്റ്റെപ്പ് പോലെ ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് റെക്ടാംഗിൾ ഒന്നും അല്ല ഉള്ളത്, ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ലേഔട്ട്. അപ്പൊ എന്നിട്ട് ഇനി എന്ത് ചെയ്യും, ആൽഡപ്പ് ഇങ്ങനെ ഒരു ലേഔട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇതിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക, മൊത്തം ലേഔട്ടിനെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് മാറ്റും. ഈക്വൽ ഏരിയയുള്ള ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് നമ്മളെ സ്കോറിംഗ് പാറ്റേൺ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ക്വയർ എടുക്കും, എന്നിട്ട് അതിന്റെ നൈബേഴ്സ് ആരൊക്കെയാന്ന് നോക്കും. ആ നൈബേഴ്സുമായിട്ട് ഇവർക്ക് എന്ത് റിലേഷൻ ആണ് നോക്കും. എ റിലേഷൻ ആണെങ്കിൽ 64 സ്കോർ കൊടുക്കും, ഈ റിലേഷൻ ആണെങ്കിൽ 16 എന്ന് പറയുന്ന സ്കോർ കൊടുക്കും, ഐ ആണെങ്കിൽ 4 എന്ന് പറയുന്ന സ്കോർ കൊടുക്കും അല്ലെ, ഒ ആണെങ്കിൽ 1, ദെൻ എക്സ് ആണെങ്കിൽ 0, യു ആണെങ്കിൽ അല്ലെ അങ്ങനെയല്ലേ AEIOU, എക്സ് ആണെങ്കിൽ -4/5. അപ്പൊ ആ രീതിയിൽ സ്കോറും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ആക്സെപ്റ്റബിൾ സ്കോറിലാണെങ്കിൽ ഇയാൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും.
ഓക്കെ, ഇതാണ് ആൽഡപ്പ്. അപ്പൊ ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് ഒന്നുകൂടി പറയാം. സോ ആൽഡപ്പിന്റെ അഡ്വാൻറ്റേജസ്: ക്യാൻ ഫിക്സ് സ്പെസിഫിക് ലൊക്കേഷൻ വിത്തിൻ കൺഫൈൻസ് ഓഫ് സ്പേസ് അവൈലബിൾ. നമുക്ക് കയ്യിലുള്ള അവൈലബിൾ സ്പേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഡിപ്പാർട്ട്മെന്റുകളെ ഫിക്സ് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ ഈസ് വിത്തിൻ സ്പെസിഫൈഡ് ഏരിയ. നമ്മൾ ഇൻപുട്ട് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഏരിയനെ പറ്റിയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അവൈലബിൾ ഏരിയന്റെ ഉള്ളിൽ തന്നെ മാക്സിമം ഇത് ഫിക്സ് ചെയ്ത് തരും, മാക്സിമം അലോക്കേഷൻ നടത്തും. ദെൻ മെനി ഓൾട്ടർനേറ്റീവ്സ് ആർ ഡെവലപ്ഡ്. എന്തായാലും നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കിട്ടും. കാരണം നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന. അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് റാൻഡം ആയിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റ് 1 സെലക്ട് ചെയ്താൽ എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി റാൻഡം ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് 2 ആണ് ഫസ്റ്റ് അലോക്കേഷൻ നടത്തുന്നതെങ്കിൽ എനിക്ക് വേറൊരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹാവ് മോസ്റ്റ് ഇന്റർ റിലേഷൻഷിപ്പ്. ബിക്കോസ് നമ്മൾ റിലേഷൻഷിപ്പ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആൽഡപ്പ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എത്ര ഔട്ട്പുട്ട് കിട്ടിയാലും ഇതിനകത്തുള്ള ഓരോ അലോക്കേഷൻ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഹാസ് മൾട്ടി ലെവൽ ക്യാപ്പബിലിറ്റി. ദെൻ ലിമിറ്റേഷൻസ്: കോസ്റ്റ് ഓഫ് മൂവ്മെന്റ് നോട്ട് കാൽക്കുലേറ്റഡ്. ഇവിടെ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടാണ്. അപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. ബട്ട് നമ്മൾ ക്രാഫ്റ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രാഫ്റ്റ് വെറും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മൂവ്മെന്റ് ഇതുവരെയും നമ്മൾ പരിഗണിച്ചിട്ടേ ഇല്ല. ദെൻ അൺഡിസൈറബിൾ റിലേഷൻഷിപ്പ് നോട്ട് ഹോണേഡ്, നോട്ട് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു MCP വാല്യൂ മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ A അല്ലെങ്കിൽ E ആണ് സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിലാണ് പ്ലേസ്മെന്റ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ എക്സ് റിലേഷൻ, അൺഡിസൈർഡ് റിലേഷൻ അല്ലെങ്കിൽ അൺഡിസൈറബിൾ റിലേഷനെ കാര്യമായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നതേ ഇല്ല. അതിന്റെ എന്താ പറയാ, ആ ഒരു റിലേഷനെ പറ്റി ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ പ്ലേസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നൈബേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ ചിലപ്പം ഈ എക്സ് റിലേഷൻ ഉള്ളവരായിട്ടും വരാം. നമ്മളിപ്പം കഴിഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഫൈനൽ ലേഔട്ട്, ഈ ഫൈനൽ ലേഔട്ട് നമ്മള് ബിയുടെ ഈ റിലേഷൻ ആണ് ഡി, ഡിയുമായിട്ട് MCP വാല്യൂ ഉള്ള ആളാണ് എയുമായിട്ട് MCP വാല്യൂ ഉള്ള ആളാണ് സി. ഇനി ഈ ഫൈനൽ ലേഔട്ടിൽ ഞാൻ വെറുതെ നോക്കുകയാണ്, എക്ക് ഇപ്പം നൈബറായിട്ട് ബിയും ഉണ്ട്, എക്ക് നൈബറായിട്ട് ഡി ഉണ്ട്, എക്ക് നൈബറായിട്ട് സി ഉണ്ട്. ബട്ട് എയും ബിയും തമ്മിൽ എക്സ് റിലേഷൻ ആണ്. അപ്പൊ ഇവര് പക്ഷെ നൈബർ ആണ് നമ്മുടെ ആൽഡപ്പ് പ്രകാരം. അപ്പൊ ഈ എക്സ് റിലേഷനെ നമ്മൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മേ ബി എക്സ് റിലേഷൻ ഉള്ളവരൊക്കെ തമ്മിൽ നൈബർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇവാലുവേഷൻ സ്കോറിംഗ് മെത്തേഡ് ക്വസ്റ്റനബിൾ. ഈ സ്കോറിംഗ് മെത്തേഡ് ഒരു ക്വസ്റ്റനബിൾ. ഇന്നലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു കോമൺ പ്രൊസീജിയർ ആണോ അല്ലെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടോ എന്നുള്ളത്. ഓർഡർ ഉണ്ടോ എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡർ ഒന്നും ഇല്ല. ബട്ട് ഒരു റണ്ണില് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വൺസ് റണ്ണ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ഓൾട്ടർനേറ്റ് ലേഔട്ട് വന്നാലും അതിന്റെയൊക്കെ സ്കോർ ഒരേ പാറ്റേണിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ഒരു സിംഗിൾ റണ്ണിനകത്ത് എത്ര ഔട്ട്പുട്ട് കിട്ടിയാലും എല്ലാ ഔട്ട്പുട്ടിന്റെയും സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരൊറ്റ പാറ്റേണിലായിരിക്കും. ബട്ട് അടുത്ത റണ്ണിൽ വേറൊരു പാറ്റേണിലായിരിക്കും സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കോറിംഗ് മെത്തേഡ് ക്വസ്റ്റനബിൾ ഒരു മെറ്റീരിയൽ ആണ്. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഇവാലുവേറ്റിംഗ് പ്രൊഡക്ഷൻ പ്രോസസ്, മാൻഡേറ്ററി സ്പേസ് കോൺഫിഗറേഷൻ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, ലിമിറ്റഡ് ടു 63 ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ആൽഡപ്പ് പ്രകാരം നമുക്ക് 63 ഡിപ്പാർട്ട്മെന്റും 3 നില 3 സ്റ്റോറി ബിൽഡിങ്ങിൽ 63 ഡിപ്പാർട്ട്മെന്റ് പ്ലേസ്മെന്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ലിമിറ്റഡ് ടു 63 ഡിപ്പാർട്ട്മെന്റ്സ്. ദെൻ ഒരു എക്സാമ്പിൾ ആണ് അടുത്തതായിട്ട്. ഈ എക്സാമ്പിൾ ചെയ്യലോടുകൂടി നമുക്ക് ആൽഡപ്പ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ develop a layout for the following problem. Layout and area requirements are shown in figure, shown in table. ഇവിടെ 7 ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്ക് പ്ലേസ്മെന്റ് നടത്തേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് 1 1200, ഡിപ്പാർട്ട്മെന്റ് 2 800, ഡിപ്പാർട്ട്മെന്റ് 3 600 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 1200 സ്ക്വയർ ഫീറ്റ് ഒന്നും നമുക്കൊരു ഡ്രോയിങ് ഷീറ്റിൽ വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അതിനെ ഇത്ര ഏരിയയിലേക്ക് നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ സ്കെയിൽ ചെയ്യുന്നില്ല. 1200 സ്ക്വയർ ഫീറ്റ് ഒരു ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നതൊന്നും പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ സ്കെയിൽ ചെയ്തിട്ടാണ് വരയ്ക്കുക. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് ചാർട്ട് തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് 1 to 7 ഓരോ ഡിപ്പാർട്ട്മെന്റിനും മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഡിപ്പാർട്ട്മെന്റ് 1ന് ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് അതായത് ഇറ്റ് സെൽഫ് റിലേഷൻ ഒന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് 1ന് ഡിപ്പാർട്ട്മെന്റ് 2 ആയിട്ട് ഈ റിലേഷൻ
ഡിപ്പാർട്ട്മെന്റ് 1 ഡിപ്പാർട്ട്മെന്റ് 3 ഓ റിലേഷൻ, ഡിപ്പാർട്ട്മെന്റ് 1 4 I, 1 to 5 O, 1 to 6 U, 1 to 7 U. അതേപോലെ ഡിപ്പാർട്ട്മെന്റ് 2 1 റിലേഷൻ ഈ റിലേഷൻ, ഡിപ്പാർട്ട്മെന്റ് 2 3 റിലേഷൻ U, ഡിപ്പാർട്ട്മെന്റ് 2 4 അങ്ങനെ 7 ഡിപ്പാർട്ട്മെന്റ്സിനും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഈ ചാർട്ടാണ് ആൽഡപ്പിന്റെ ഏറ്റവും അടിസ്ഥാനം, ദാറ്റ് ഈസ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇൻപുട്ട് ആയിട്ട്. ഇനി നമുക്ക് പ്ലേസ്മെന്റ് നടത്തണം. പ്ലേസ്മെന്റ് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് മൊത്തം 1200, 800, 600, 1700, 800, 1200, 1200 മൊത്തം 7000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി വേണ്ടത്. ഇത്രയും ഏരിയ നമുക്കൊരു ഡ്രോയിങ് ഷീറ്റിൽ വരച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യും. സ്കെയിൽ ചെയ്യുന്നത് മാത്രമല്ല, സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. മൊത്തം നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ സ്പേസിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കാൻ പറ്റുന്ന ഈക്വൽ വിഡ്ത്ത്, അതിനെയാണ് നമ്മൾ സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയാം. അപ്പോൾ ലേ ഔട്ട് ഇതായിരിക്കും നമ്മുടെ മൊത്തം അവൈലബിൾ ലേ ഔട്ട്. ഈ വലിയ റെക്റ്റാങ്കിൾ ഇതാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻപുട്ട് ആയിട്ട് എൻ്റെ കയ്യിലുള്ള അവൈലബിൾ സ്പേസിന്റെ ലെങ്ത് വിഡ്ത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വലിയ റെക്റ്റാങ്കിൾ കിട്ടി. ദെൻ ഞാൻ ഇതിൽ പ്ലേസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സ്വീപ്പ് വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കാൻ പറ്റുന്ന ഈക്വൽ വിഡ്ത്തിനെയാണ് നമ്മൾ സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ ഇൻഫർമേഷന്റെ കൂടെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് പറഞ്ഞിട്ടും തന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, എന്റെ മൊത്തം ഏരിയനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനല്ല ആൽഡപ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഓരോ സ്ക്വയറും 40 സ്ക്വയർ മീറ്റർ ആണ്. ഓരോ സ്ക്വയറും അത് ഈ ക്വസ്റ്റ്യനിൽ നമുക്കിങ്ങനെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അസ്യൂം 1 സ്ക്വയർ ഇൻ ദ ലേ ഔട്ട് ടു ബി ഈക്വൽ ടു 40 സ്ക്വയർ ഫീറ്റ്. 40 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ സ്ക്വയർ യൂണിറ്റും. അപ്പോൾ നമുക്കിപ്പോ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കാൻ ഇവിടെ എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലേ ഔട്ട് പ്രകാരമാണ് ചെയ്യുന്നത്, ആൽഡപ്പ് പ്രകാരമാണ് ചെയ്യുന്നത്. ആൽഡപ്പ് ഇതിന്റെ മൊത്തം ലേ ഔട്ടിനെ, എൻ്റെ കയ്യിലുള്ള മൊത്തം അവൈലബിൾ സ്പേസിനെ ചെറിയ ചെറിയ സ്ക്വയർ യൂണിറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഓരോ സ്ക്വയർ യൂണിറ്റും 40 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് 40 ആണ്, ഇതിന്റെ താഴെയുള്ള 40 ആണ്, സൈഡിലുള്ള എല്ലാം 40 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1 1200 സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെ? ഡിപ്പാർട്ട്മെന്റ് 1ന്റെ ഏരിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ ഈ 1200 സ്ക്വയർ ഫീറ്റ് കാണിക്കാൻ ഞാൻ ഇനി എത്ര സ്ക്വയർ സെലക്ട് ചെയ്താൽ മതി? ഇവിടെ എടാ ഇതിപ്പോ ഓരോന്നും 40, 1200 ആവാൻ ഇതിലത്തെ എത്ര സ്ക്വയർ വേണ്ടി വരും? 40 ആണ്. അപ്പൊ 30 സ്ക്വയേഴ്സ് കൂടിയാൽ 1200 ആയില്ലേ? ആവൂലേ? 30 × 40 1200 അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റിന്റെ കൂടെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1 ഇനി 1200 സ്ക്വയർ ഫീറ്റ് ആണ്, അത് 30 സ്ക്വയേഴ്സിൽ കാണിക്കാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് 2 800 ആണ്. ഞാൻ പറഞ്ഞിട്ട് 40 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു നമ്മുടെ ക്യൂബ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ 20 സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് 2 കാണിക്കാം. 600 ഉള്ളതിനെ 15 സ്ക്വയർ വെച്ചിട്ട് കാണിക്കാം. പിന്നെ വീണ്ടും 1200 ഉള്ളതിനെ 30 വെച്ച് കാണിക്കാം. 800 ഉള്ളതിന് 20 എണ്ണം വെച്ച് കാണിക്കാം. അപ്പൊ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊസീജിയറിലേക്ക് നമ്മൾ കിടക്കുക. എന്താ ഫസ്റ്റ് പ്രൊസീജിയർ? എന്താ ഫസ്റ്റ് പ്രൊസീജിയർ? എന്താ പ്രൊസീജിയർ 1 എന്താ? ഫസ്റ്റ് പ്രൊസീജിയർ എന്താ? ഫസ്റ്റ് പ്രൊസീജിയർ ഇൻപുട്ട് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഫസ്റ്റ് പ്രൊസീജിയർ? ഇൻപുട്ട് ഒക്കെ കൊടുക്കണം. ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫെസിലിറ്റി, ഏരിയ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ലേ ഔട്ട്, MCP വാല്യൂ, മിനിമം അലോവബിൾ സ്കോർ, റിലേഷൻഷിപ്പ് ചാർട്ട്, ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് സ്വീപ്പ് വിഡ്ത്ത്. ഇത്രയും സംഭവം ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതൊക്കെ കൊടുത്തു. ദെൻ
സെക്കൻഡ് പ്രൊസീജിയർ ഞാൻ ഇവിടെ സ്വീപ്പ് വിഡ്ത്ത് ആയിട്ട് പറയുന്നത് 2 സ്ക്വയറിന്റെ വിഡ്ത്ത് ആണ് ഞാൻ സ്വീപ്പ് വിഡ്ത്ത് ആയിട്ട് പറയുന്നത്. ഇത്രയും വിഡ്ത്ത് ആണ് ഞാൻ സ്വീപ്പ് വിഡ്ത്ത് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൂട്ടിക്കോ. ഓക്കെ, ഇപ്പൊ 2 സ്ക്വയർ യൂണിറ്റ് ആണ് സ്വീപ്പ് വിഡ്ത്ത് ആയിട്ട്, അതായത് വൺസ് നമ്മൾ ഈ 2 സ്ക്വയറിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, 2 സ്വീപ്പ് വിഡ്ത്ത് ആയിട്ട് ഞാൻ 2 സ്ക്വയറിന്റെ ലെങ്ത് ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തതെന്ന് കൂട്ടിക്കോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 2 ഏതെങ്കിലും ഒന്നിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക അല്ലെ. ഞാൻ റാൻഡം ആയിട്ട് ഇതാ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ സെലക്ട് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് 1നെ. അപ്പൊ അതിന്റെ ഏരിയ എത്രയാ? അതിന്റെ ഏരിയ എത്രയാ? 1200 ആണ് അല്ലെ. 1200 കാണിക്കണമെങ്കിൽ ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഫില്ല് ചെയ്യണം എന്നാ നമ്മൾ പറഞ്ഞേ? 30 അല്ലെ. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഞാൻ സ്വീപ്പ് എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇത്ര 2 സ്ക്വയർ എടുത്തത് കൊണ്ട് വൺസ് നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ക്വയേഴ്സ് ഫില്ല് ചെയ്യണം. അപ്പോ മൊത്തം 30 സ്ക്വയേഴ്സ് ഫില്ല് ചെയ്താലാണ് ഡിപ്പാർട്ട്മെന്റ് 1ന്റെ ഏരിയ ആവുക. അപ്പൊ ഇവിടെ ഇപ്പോ 2 എണ്ണം ഉള്ള ഒരു വിഡ്ത്താണ് സ്വീപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേ സമയം ഈ 2 സ്ക്വയർ നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിലിപ്പോ 2 സ്ക്വയേഴ്സ് ആയി. അങ്ങനെ താഴോട്ടേക്ക് 2, 3, 4, 5, 6, 7, 8, 9, 10, 14, 15 ഈ മൊത്തം ഇത്രയാകുമ്പോഴാണ് എന്താണ് നമ്മുടെ 30 സ്ക്വയേഴ്സ് ആയില്ലേ ഇപ്പൊ? നോക്കി 30 അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 1നെ നമ്മുടെ വെർട്ടിക്കൽ സ്കാനിങ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു. ഈ യെല്ലോ കളറിലുള്ള എല്ലാ സ്ക്വയറും ഡിപ്പാർട്ട്മെന്റ് 1 ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് 1 ഓക്കെ ആയി. നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റ് 1നെ പ്ലേസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിപ്പാർട്ട്മെന്റ് 1 റാൻഡം ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യും. ഈ ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് MCP വാല്യൂ ഉള്ള ആള് ആരാണെന്ന് നോക്കണം. അപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് 1ന്റെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് ഞാൻ MCP വാല്യൂ സെറ്റ് ചെയ്തത് ഐദർ A or E ആണ്. ഐദർ A or E. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് A അല്ലെങ്കിൽ E റിലേഷനുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഡിപ്പാർട്ട്മെന്റ് 1ന്റെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിൽ A ഉള്ള ആരുമില്ല, E ഉണ്ടല്ലേ. ആരാ ഇത്? ഡിപ്പാർട്ട്മെന്റ് 1ഉമായിട്ട് E റിലേഷൻ ആയിരിക്കും ഉള്ളത് 2. അപ്പൊ ഇനി അടുത്തതായിട്ട് ആരെയാ പ്ലേസ് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് 2നെ പ്ലേസ് ചെയ്യണം. അപ്പൊ 2ന്റെ ഏരിയ റിക്വയർമെന്റ് എത്രയാ? 800 ആണ്. അങ്ങനെ വെച്ചാൽ 20 സ്ക്വയേഴ്സിനെ നമ്മൾ ഫില്ല് ചെയ്യണം. 20 സ്ക്വയേഴ്സിനെ അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ റിലേഷൻഷിപ്പ് ആൽഡപ്പിന്റെ ഫിഗറിലേക്ക് വരുന്നു. അപ്പൊ 20 സ്ക്വയേഴ്സിനെ ഫില്ല് ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് 2 ആയി. അപ്പൊ നമുക്ക് എങ്ങനെയാ ഡിപ്പാർട്ട്മെന്റ് 2നെ ഫില്ല് ചെയ്യുക? വീണ്ടും മേലേന്ന് താഴോട്ടേക്കാ അല്ലെ ഇവിടുന്ന് താഴേന്ന് മേലോട്ടേക്കാ? മേലോട്ട്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ. അപ്പൊ ഒരേ സമയം 2 സ്ക്വയർ ഫില്ല് ചെയ്യണം, കാരണം നമ്മുടെ സ്വീപ്പ് വിഡ്ത്ത് ആണ്. അപ്പൊ 20 സ്ക്വയേഴ്സിനെ വേണം. ഇപ്പൊ 2 ആയി. 4, 6, 8, 10, 12, 14, 16, 18, 20 ഇത്രയും ഏരിയ അല്ലെ. കുറച്ചപ്പുറം കയറി പോയിട്ടുണ്ട്, മൗസ് കൊണ്ട് ചെയ്യുന്നുണ്ടാണ്. അപ്പൊ ഇത്രയും ഏരിയ ആണ്, ഇത്രയും സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് 2. ഓക്കെ, അതും കഴിഞ്ഞു. ഇനിയോ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഡിപ്പാർട്ട്മെന്റ് 2ആയിട്ട് A അല്ലെങ്കിൽ E റിലേഷൻ ഉള്ള ആൾ ആരാണെന്ന് നോക്കണം. ഡിപ്പാർട്ട്മെന്റ് 2ന്റെ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് 2ൽ നോക്കുമ്പോ ഈ റിലേഷനിലുള്ള 2 ആളുണ്ട്, ഡിപ്പാർട്ട്മെന്റ് 1ഉം ഡിപ്പാർട്ട്മെന്റ് 4ഉം. ബട്ട് ഡിപ്പാർട്ട്മെന്റ് 1 നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോ ഇനി അടുത്തതായിട്ട് ആരെയാ പ്ലേസ് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് 4നെ പ്ലേസ് ചെയ്യണം. ഇപ്പൊ 4ന്റെ ഏരിയ എത്രയാ? 30 സ്ക്വയേഴ്സ് വേണം. 1200 ആണ്. അപ്പൊ വീണ്ടും ഇവിടെ വരും. ഇവിടുന്ന് ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 30 സ്ക്വയേഴ്സ്. ഇവിടുത്തെ ഇപ്പൊ മേലോട്ടേക്ക് പോകുമ്പോ ആകെ കൂടെ 10 സ്ക്വയേഴ്സ് കിട്ടും. അപ്പൊ ഇവിടുത്തെ 10ഉം കഴിഞ്ഞ് ബാക്കി ഒരു 20 സ്ക്വയേഴ്സ് ഇവിടുന്ന് താഴോട്ടേക്കും സെലക്ട് ചെയ്യും. അതായിരിക്കും മൂന്നാമത്തത്. ദെൻ ഡിപ്പാർട്ട്മെന്റ് 4ന്റെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയിട്ട് E അല്ലെങ്കിൽ A റിലേഷൻ ഉള്ള ആളെ നോക്കുന്നു. അയാളെ നമ്മൾ അടുത്തതായിട്ട് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഇതിനകത്ത് കംപ്ലീറ്റ് 7 ഡിപ്പാർട്ട്മെന്റിന്റെയും പ്ലേസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
ഇതിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്വയർ എടുക്കും, അയാളെ നൈബേഴ്സിനെ തമ്മിൽ നോക്കും, സ്കോർ എടുക്കും. അങ്ങനെ എല്ലാ സ്ക്വയർസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു സ്കോർ കിട്ടും. മേ ബി 270 എങ്ങാനും നമുക്ക് സ്കോർ കിട്ടിയാൽ നമ്മൾ നോക്കും. നമ്മൾ ഇൻപുട്ടിൽ സെറ്റ് ചെയ്ത ആക്സെപ്റ്റബിൾ റേഞ്ച് എന്ന് പറയുന്നത് 250 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു ആൽഡപ്പ് പ്രകാരം കിട്ടിയ ലേഔട്ടിനെ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാം. ഇതാണ് ആൽഡപ്പിന്റെ പ്രൊസീജിയർ. ഓക്കെ, മനസ്സിലായിനാ? കുറച്ചെങ്കിലും കത്തീന? ഒരു കാര്യം ചെയ്യാം, പിന്നെ ഈ ആൽഡപ്പിന്റെയും ക്രാഫ്റ്റിന്റെയും ഒക്കെ ഒരു NPTEL വീഡിയോ കൂടി ഉണ്ട്.